ഈ വീഡിയോ എത്രത്തോളം പേര് കാണുന്നോ അത്രത്തോളം സാധാരണക്കാർ രക്ഷപ്പെടും. സാധാരണക്കാരെന്ന് പറയാനുള്ള കാരണം യൂസ്ഡ് കാർ മേഖലയിൽ ചെറിയ കാറുകൾ നോക്കുന്നത് മിക്കവാറും ആരാണ്? സാധാരണക്കാരാണ്. അപ്പോൾ അവരെ കണ്ടുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്, അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഒരു ഇൻഫർമേഷൻ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ യൂസ്ഡ് കാറുകൾ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് എടുക്കുക. ഒന്നുകിൽ ഒരാൾ ഉപയോഗിക്കുന്നു, അയാളുടെ അടുത്ത് നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിലോ അല്ലെങ്കിൽ OLX വഴി കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ വല്ല പരിചയക്കാർ വഴിയൊക്കെ പോയി എടുക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ കാർ ഡീലേഴ്സ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, ഇഷ്ടംപോലെ കാർ ഡീലേഴ്സാണ്. എല്ലാവരും കാർ എടുക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് എടുക്കുന്നു, കേരളത്തിൽ നിന്ന് എടുക്കുന്നു, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് പങ്കുവെക്കുന്നു, അല്ലേ? അത് കണ്ടിട്ടാണ് കുറേ പേര് ഇപ്പോൾ എടുക്കുന്നത്. അങ്ങനെയുള്ളവരിൽ നിന്നും മൂന്നാമതൊരു വിഭാഗം കൂടിയുണ്ട്, അവരെ കുറിച്ചുകൂടി പറയാനുണ്ട്. അവരാണ് ഇതിലെ പ്രധാന ഭാഗം. അത് ഞാൻ മൂന്നാമത് പിന്നീട് പറയാം. എനിവേ, ഇങ്ങനെ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ 5.25 ജോണി വാക്കറിന്റെ വാറല്ല. അവരുടെ റെസ്പോൺസിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ അവിടെ നിന്ന് കുറച്ച് വിട്ടിട്ടാണെങ്കിൽ നമ്മൾ പോയി നോക്കാൻ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അവരുടെ സംസാരം കണ്ടിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നല്ല വണ്ടിയായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വീഡിയോ എനിക്കും അയച്ചു തന്നിരുന്നു. ആ വീഡിയോ പ്രകാരം 2020 മോഡൽ അൾട്ടോ ആയിരുന്നു വണ്ടി. അൾട്ടോ 800 ആയിരുന്നു വണ്ടി. ആകെ 38,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ എയിമിൽ വെച്ചിട്ട് 3,10,000 രൂപ എന്നുള്ളൊരു പ്രൈസും അവരിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 3 ലക്ഷത്തിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ആ വണ്ടി നോക്കാൻ പോയത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ തരത്തിലുള്ള റിക്വയർമെൻറ്റ്സും ഒത്തു വന്നൊരു വണ്ടി എന്നുള്ള രീതിയിലാണ് കുറച്ച് ദൂരം യാത്ര ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി നോക്കിയത്. നമ്മൾ ആദ്യം ഡീലറുടെ ആ ഷോറൂമിൽ പോയി നമ്മൾ വണ്ടി എടുത്തു, ഓടിച്ചു. ആദ്യം ഓടിച്ചത് ഞാനായിരുന്നു. ഞാൻ ഓടിച്ചു, കുറച്ച് ദൂരം ഓടിച്ചു നോക്കി. കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു. കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ മുമ്പ് ഒരു സ്വിഫ്റ്റൊക്കെ യൂസ് ചെയ്തിരുന്നു, പഴയ മോഡൽ ഡീസൽ സ്വിഫ്റ്റ് യൂസ് ചെയ്തിരുന്നു അമ്മാവൻ്റെ. ആ വണ്ടിയൊക്കെ ഗിയർ ഭയങ്കര സ്മൂത്തായിരുന്നു. ഇപ്പോൾ ഉള്ള വണ്ടി ഇന്ത്യയിലുള്ള ടാറ്റ തിയാഗോ ആണെങ്കിലും ഗിയർ ഭയങ്കര സ്മൂത്താണ്. അതിനോടൊക്കെ ഫീൽ ചെയ്യുന്ന, അതിൻ്റെയൊക്കെ അടുത്ത് ഫീൽ കിട്ടുന്ന നല്ല ഗിയർ ഷിഫ്റ്റിങ്, ഓടിക്കാനും സ്മൂത്ത്. ഞാൻ ഇതിലിടയ്ക്ക് വേറൊരു ആൾട്ടോ നോക്കിയപ്പോൾ അതിൻ്റെ ഒച്ചയും ബഹളമൊക്കെ കൂടി കേട്ടിട്ട് പേടിച്ചു പോയി. അങ്ങനെയൊന്നുമില്ല, വളരെ സ്മൂത്ത് എന്തുകൊണ്ടും. എന്നിട്ട് നമ്മൾ വണ്ടി ഒരു സൈഡിൽ നിർത്തി ബോണറ്റൊക്കെ തുറന്നു നോക്കി. ഇപ്പോൾ കുറേ യൂസ്ഡ് കാറുകളുടെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആവുകൊണ്ട് അത് വെച്ചിട്ട് വെൽഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ ഒക്കെ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ നോക്കുമ്പോൾ പെർഫെക്റ്റ്, എന്തുകൊണ്ടും നല്ല വണ്ടിയായിരുന്നു. അങ്ങനെ സ്റ്റെപ്പിന് നോക്കി, എല്ലാം നോക്കി. അവിടെ ഒരു ഡൗട്ട് വന്നു. ആ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ 4 ടയറും സ്റ്റെപ്പിനെയും പുതിയതാണ്. അപ്പോൾ ഈ 38,000 കിലോമീറ്റർ ഓടുമ്പോഴേക്ക് ഈ 4 ടയറും മാറ്റുക എന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം 4 ഒരേപോലെ നല്ലതാവുക എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഡീലേഴ്സ് എങ്ങനെ എടുത്തപ്പോൾ പുതിയ ടയർ ഇട്ടതായിരിക്കുമെന്നും വിചാരിച്ചു. എനിവേ അത് മൈൻഡ് ചെയ്തില്ല. ശേഷം എൻ്റെ ഫ്രണ്ട് വണ്ടി ഓടിച്ചു. ഞാൻ അപ്പുറത്തെ സൈഡ് കയറിയിട്ട് വെറുതെ ആ ഗ്ലോ ബോക്സും തുറന്നു നോക്കി. അത് തുറന്നു നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ കാറിൻ്റെ സർവീസാണ്. ഫെബ്രുവരി 5-ാം തീയതി 2026, അതായത് ഒരു 1.5 മാസം മുമ്പ് ചെയ്ത സർവീസിൻ്റെ ഒരു പേപ്പർ കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി എന്തൊക്കെയാണ് മാറ്റിയത്. അപ്പോൾ ഒരു ബേസിക് സർവീസ് ആണെന്ന് മനസ്സിലായി. കാരണം ചെറിയ ചെറിയ പാർട്സ് മീൻസ് നെറ്റ്സ്, ബോൾട്ട്, അങ്ങനത്തെ കുറച്ച് ചെറിയ പരിപാടികളെ അതിലുണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ പേജിലേക്ക് മറിച്ച് നോക്കിയപ്പോൾ അതും നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല, നോർമൽ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്ന് മനസ്സിലായി. പക്ഷേ അപ്പം അതിൽ എന്ത് കണ്ടു? ഒരു പേര് കണ്ടു. ആ പേര് വെച്ച് നോക്കുമ്പോൾ കസ്റ്റമർ നെയിം എന്നുള്ളവർത്താണ് ആ പേര് കണ്ട്. അതിൻ്റെ താഴത്തെ അവരുടെ അഡ്രസ്സ്, താഴെ മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതായിരുന്നു ഒറിജിനൽ കസ്റ്റമർ. ഫസ്റ്റ് ഓർഡർ വണ്ടിയാണ്, അതുകൊണ്ട് ഇവരായിരുന്നു കസ്റ്റമർ എന്ന് മനസ്സിലായി. ഞാൻ ആ നമ്പർ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചന്വേഷിക്കാമെന്ന് മാത്രമേ കരുതിയുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും വിചാരിച്ചില്ല. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്തു? അവനാണല്ലോ വണ്ടി ഓടിക്കുന്നത്. അവൻ സൺലൈറ്റ് തടയാനുള്ള ആ ഒരു സംഭവം ഇവിടെ താഴ്ത്തി നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോയത്. കാരണം അതിൽ നെക്സ്റ്റ് സർവീസ് കാണിക്കുന്നത് 97,000-ലാണ്. മാത്രമല്ല 56,000-ലോ മറ്റോ വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടി എന്ന് പറയുന്ന കിലോമീറ്റർ ഇതാണ്. അതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, വണ്ടി 38,000 അല്ല ഓടിയിട്ടുള്ളൂ, 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ള കാര്യം തീരുമാനമായി. അപ്പോഴും നമ്മുടെ ആ നമ്പർ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യണം. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചില്ല. ഞങ്ങൾ എന്ത് ചെയ്തു? വളരെ നൈസായിട്ട് വണ്ടി തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. കാരണം നമ്മളത് അവിടെ വെച്ച് അവരോട് ഓപ്പണായിട്ട് പറഞ്ഞാൽ അവർ നമുക്ക് ആ വണ്ടി എടുക്കില്ല എന്നുള്ള ഒരു തീരുമാനമായ സ്ഥിതിക്ക് അവർ വേറെ ആർക്കെങ്കിലും വെക്കും. അപ്പോൾ ആ ചതിയിൽ വേറൊരാൾ പെടണ്ട, അവരും കൂടിയും കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങളത് അവരോട് മിണ്ടിയില്ല. ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. ശേഷം തിരിച്ചു വന്ന് കുറച്ചുകൂടെ പോന്നിട്ട് ഞാൻ ആ കസ്റ്റമറെ വിളിച്ചു നോക്കി. ആ കസ്റ്റമറെ വിളിച്ചു നോക്കുമ്പോൾ ആ നമ്പർ ഇൻകമിങ് കോൾസ് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വാട്സപ്പിൽ എന്ത് ചെയ്തു? ഒരു മെസ്സേജ് ഇട്ടു. അതിന് അവർ റിപ്ലൈ ചെയ്തു.
അപ്പോൾ അതിന് റിപ്ലൈ ചെയ്തപ്പോൾ വാട്സപ്പ് കോൾ ചെയ്തു. വാട്സപ്പ് കോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ റെക്കോർഡ് കേൾപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ഓണർ എന്നോട് സംസാരിച്ചു. അവർ പറഞ്ഞു കിലോമീറ്റർ ചെലവിലല്ല, കാരണം 80,000 മേലെ കിലോമീറ്റർ ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, മൂപ്പര് ലോൺ ഇട്ട് വാങ്ങിയ വണ്ടിയാണ്, 80,000 മേലെ കിലോമീറ്റർ ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ ലോഡ് ബാക്കിയുള്ളപ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ ഫൈനാൻസ് കമ്പനിക്ക് എന്ത് ചെയ്തതാണ്, സറണ്ടർ ചെയ്ത വണ്ടിയാണ് എന്ന് മനസ്സിലായി. സറണ്ടർ ചെയ്തത് പത്തനംതിട്ടയിലാണ്, പത്തനംതിട്ടക്കാരാണ് അവർ, KL27 രജിസ്ട്രേഷനാണ് വണ്ടി. ഓക്കെ, അപ്പോൾ അവർ സറണ്ടർ ചെയ്തു, 1.5 ലക്ഷം രൂപയുടെ ലോണും ക്ലോസ് ചെയ്തു, കുറച്ച് സംഖ്യ ഇവർക്കും കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി നമുക്ക് ക്ലിയറായി ഈ വണ്ടി കിലോമീറ്റേഴ്സ് ഒരുപാട് ഓടിയിട്ടുണ്ട് എന്നുള്ളത്. ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ കണക്റ്റായി. ഒന്നാമത്തെ കാര്യം, വീണ്ടും ഞാൻ ആ പേപ്പർ ഫോട്ടോ എടുത്ത് വെച്ചത്, അതായത് അവരുടെ സർവീസിൻ്റെ പേപ്പർ ഫോട്ടോ എടുത്ത് വെച്ചത് ഒന്നും കൂടി നോക്കിയപ്പോൾ ലാസ്റ്റ് സർവീസ് അടക്കുമ്പോഴുള്ള കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 38,000 ആണ്. 38,000 കറക്റ്റാണ്. അതൊരു അസ്വാഭാവികതയായിട്ട് അപ്പം തോന്നി. കാരണം 38,000 കറക്റ്റ് ആകുമ്പോൾ ഒരു വണ്ടി ഷോറൂമിലെത്തി സർവീസ് ചെയ്യാന്ന് പറയുന്നത് ഒരു അസ്വാഭാവികമായ കാര്യമാണ്. പിന്നീട് ആ സ്ഥലം, ആ ഷോറൂമിൻ്റെ സ്ഥലം, അത് പത്തനംതിട്ടയിൽ, ഞാൻ മലപ്പുറം ജില്ലയിലാണ്. ഈ വണ്ടി കിടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്, മലപ്പുറം ജില്ലയുടെ ബോർഡർ പ്രദേശത്തായിട്ട് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ കണക്റ്റ് ആയപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം ഈ ഡീലേഴ്സിനോടായിരുന്നു. കാരണം ഈ ഡീലേഴ്സായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കണക്റ്റ് ആയാൽ എനിക്ക് തോന്നുന്ന ഒരു പ്രധാന കാര്യം, നമ്മൾ സാധാരണയായിട്ട് ഒരു സാധാരണക്കാരൻ വണ്ടി എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഡയറക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങും, നമ്മുടെ പരിചയക്കാരോ OLXൽ നിന്നോ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിൽ നിന്നോ ഒക്കെ ഉള്ള ഡയറക്റ്റ് പരിചയമുള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങും. പക്ഷേ മൂന്നാമതൊരു കൂട്ടർ കൂടിയുണ്ട്, ഫൈനാൻസ് കമ്പനി പിടിച്ച വണ്ടികൾ ലാഭത്തിൽ എന്ന് പറഞ്ഞിട്ട് ചില വീഡിയോസൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഫൈനാൻസ് കമ്പനി പിടിച്ച ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ ലാഭത്തിൽ കിട്ടുന്നു, ലേലത്തിൽ കിട്ടുന്നു ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ആ ഫൈനാൻസ് കമ്പനി ആയിരിക്കും ഇതിലെ പ്രശ്നമെന്ന്. കാരണം പാലക്കാട് ജില്ലയിലുള്ള ഒരു ടീം ഒരു വണ്ടി എടുത്തു എന്ന് വിചാരിക്കുക, അവർ സർവീസ് ചെയ്യുകയാണെങ്കിൽ പാലക്കാട് ജില്ലയ്ക്കകത്ത് വെച്ചിട്ടേ ചെയ്യുള്ളൂ. അല്ലാതെ പത്തനംതിട്ടയിൽ നിന്ന് അവർ ആ വണ്ടി എടുത്താൽ പോലും ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, പത്തനംതിട്ടയിൽ വെച്ച് സർവീസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരില്ല. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ ഇതാണ്, ഫൈനാൻസ് കമ്പനിക്ക് സറണ്ടർ ചെയ്ത വണ്ടി അവർക്ക് വില കിട്ടി കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ അടുത്ത് പരിചയമുള്ള മാരുതിയുടെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഇത് സർവീസിലിട്ടപ്പോൾ അവിടെ വെച്ച് കിലോമീറ്റർ തിരിച്ചിട്ടുണ്ടാവും. 80,000 90,000 എന്നുള്ള കിലോമീറ്റർ തിരിച്ച് 38,000 ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ തിരിച്ചോമാർക്ക് ബുദ്ധിയില്ല, കാരണം കറക്റ്റ് 38,000 വെച്ച് കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ എന്തെങ്കിലും ഒരു സംഖ്യ വെക്കാമായിരുന്നു. പിന്നെ ഈ വണ്ടി എടുത്ത ഡീലേഴ്സിനും സത്യത്തിൽ ബുദ്ധിയില്ല എന്ന് വേണം പറയാൻ, അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും തെറ്റുണ്ടെങ്കിലും. കാരണം അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഒരു വണ്ടി നോക്കുമ്പോൾ ഞാനൊരു മാഷാണ്, ഞാൻ നോക്കിയ കാര്യങ്ങൾ പോലും അവർ നോക്കിയിട്ടില്ല. ഇല്ലെങ്കിൽ അവർക്കേ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിട്ടുള്ളൂ ഈ സൺലൈറ്റ് അടിക്കാതിരിക്കാനുള്ള ഷീറ്റിൻ്റെ പിന്നിൽ അലൈൻമെൻറ്റിൻ്റെയും സർവീസിൻ്റെ ഒക്കെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവരതുപോലും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കിലോമീറ്റർ തിരിക്കും. പഴയ വണ്ടികൾ എന്താ പറയും, കുറഞ്ഞ കിലോമീറ്റർ ഓടിയ തള്ളിട്ട് തെറ്റിദ്ധരിപ്പിച്ച് കൂടിയ വിലയ്ക്ക് വിൽക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്നോട് ഇതിൻ്റെ കസ്റ്റമർ ഇന്നലെ ലാസ്റ്റ് മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ഒരു 2,10,000 20,000 രൂപയ്ക്ക് അപ്പുറം വിലയ്ക്ക് ആ വണ്ടി എടുക്കരുത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ആ വണ്ടി എടുക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോൾ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന വണ്ടികൾ അല്ലെങ്കിൽ അവർ പിടിച്ച വണ്ടികൾ ലാഭത്തിൽ കിട്ടുമെന്ന് കണ്ടിട്ട് ആരും അങ്ങോട്ട് പോണ്ട. പിന്നെ പൊട്ടിച്ച വിലയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഡീലേഴ്സ് ഉണ്ട്. പൊട്ടിച്ച വിലയൊന്നും ഉണ്ടാവില്ല, വണ്ടി പൊട്ടിപ്പൊളിഞ്ഞതായിരിക്കും ചിലപ്പോൾ. എല്ലാവരെയും ഒരുപോലെ കുറ്റം പറയല്ല. പക്ഷെ നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഒരാളെയും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി ഒരു വണ്ടി കാണിച്ച് അദ്ദേഹം ഉറപ്പ് തന്നതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. അല്ലാതെ വീഡിയോ കണ്ട പൊലിക്കലൊന്നും. കാരണം എൻ്റെ ഫ്രണ്ട് ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞത് എന്താ, അവരുടെ സംസാരം കേട്ടിട്ട് നല്ല കോൺഫിഡൻ്റ് ആണെന്നാണ്. ഒരു പക്ഷേ അവന്മാർ പൊട്ടന്മാരായിരിക്കും, അവർ കോൺഫിഡൻ്റ് ആയിരിക്കും, അവരിതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലായിരിക്കാം, ഇല്ലെങ്കിൽ അവർ തന്നെ ചെയ്തതും ആയിരിക്കാം. എനിവേ, ഒരാൾ വിശ്വസിക്കരുത്. അതിപ്പോൾ സെൽഫ് വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിലും അല്ല ഫിനാൻസ് കമ്പനിക്കാർ പിടിച്ചെടുത്ത വണ്ടികളാണെങ്കിലും അല്ലാത്ത പക്ഷം ഷോറൂമിൽ യൂസ്ഡ് കാർ ഷോറൂമിലുള്ള വണ്ടികളാണെങ്കിലും ഒക്കെ ഈ ചതിയിൽ പെടാനുള്ള സാധ്യത നിങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിവരം, ഇങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ട് നിങ്ങൾക്കെന്ത്, ഇനി ഒരാൾ അതിൽ പെടരുത്. നമ്മൾ രക്ഷപ്പെട്ടു, അതുപോലെ ബാക്കിയുള്ളവരും രക്ഷപ്പെടണം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആരെങ്കിലും ഇനിയിപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികളോ ഒക്കെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ട്, അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ആരും ഇങ്ങനെ ഒരു ചതിയിൽ പെടരുത്.